അത്താഴം ഇനി ബോറിംഗ് ആവില്ല. രുചികരമായി ഫുഡ് കഴിച്ചുകൊണ്ട് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഒരു വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇത് ചന ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അതായത് നമ്മുടെ വെള്ളക്കടല. ഇതിലേക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ബ്രൊക്കോളി, പിന്നെ മിക്സ്ഡ് വെജിറ്റബിൾസ് ആയുള്ള കുക്കുംബർ, ക്യാരറ്റ്, ക്യാപ്സിക്കം, അതുപോലെ നമ്മുടെ വെള്ളക്കടല പുഴുങ്ങിയതും. ആദ്യമായിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് ഞാൻ ഒലിവ് ഓയിൽ ആണ് ചേർത്തിരിക്കുന്നത്. ചെറിയ അളവിലാണ് ഒലിവ് ഓയിൽ ചേർക്കേണ്ടത്. അത് കഴിഞ്ഞ് അതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്തിട്ടുള്ള 3 അല്ലി വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് എരിവിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ചതച്ച മുളകും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഓരോ വെജിറ്റബിൾസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അത്താഴം വളരെ സിമ്പിളായിട്ട് 10 മിനിറ്റ്സ് കൊണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ആദ്യം ഞാൻ ബ്രൊക്കോളി ആണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് ബ്രൊക്കോളി. ഇത് ആവശ്യത്തിന് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ ഗുണങ്ങളോട് കൂടി നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിൽ അയൺ റിച്ച് ആണ്. അതുപോലെ ഏറ്റവും നല്ല വയറിന് ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് ബ്രൊക്കോളി. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് സോൾട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാ വെജിറ്റബിൾസിനും ആവശ്യമുള്ള സോൾട്ട് ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ബാക്കിയുള്ള ഓരോ വെജിറ്റബിൾസും ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ച് ഒന്ന് വഴറ്റണം, കാരണം ഇതിന്റെ ഒരു പച്ച കുത്തുണ്ട്, അത് മാറണം. എന്നാലാണ് നമുക്ക് ആ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ അധികം കുക്ക് ചെയ്യണമെന്നില്ല. പക്ഷെ ഞാൻ ഇച്ചിരി നേരം ഇതൊന്ന് വഴറ്റും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഓരോന്നും ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് ആദ്യമായിട്ട് ഞാൻ ചേർക്കുന്നത് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളക്കടലയാണ്. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് ഈ വെള്ളക്കടല. ഇതിലേക്ക് ഇനി നമുക്ക് ഓരോരോ വെജിറ്റബിൾസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നത് ക്യാപ്സിക്കം ആണ്. ഞാനിത് ഫ്രോസൺ ക്യാപ്സിക്കം ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല ഫ്രഷ് ക്യാപ്സിക്കം കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഒരു ക്രഞ്ചി ഫീലിംഗ് തരാനായിട്ട് ക്യാപ്സിക്കം വെരി ബെസ്റ്റ് ആണ്. ഇത് നമുക്കൊരു നീളത്തിലാണ് അരിഞ്ഞു കൊടുക്കേണ്ടത്. ഇത് ഞാൻ ഓൾറെഡി അരിഞ്ഞ് ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള ക്യാപ്സിക്കം ചേർക്കാൻ നോക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്നത് നമ്മുടെ ക്യാരറ്റ് ആണ്. അത് ചെറുതായിട്ട് നല്ലോണം നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ സ്റ്റിർ ഫ്രൈക്ക് ഒരു നല്ല ക്രഞ്ചി ഫീലിംഗ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെജിറ്റബിൾ ആണ് ക്യാരറ്റ്. അതുപോലെ ഒരു സ്വീറ്റ്നെസ്സും. നെക്സ്റ്റ് ഞാൻ കുക്കുംബർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ഡിന്നർ കഴിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വാട്ടറിന്റെ കണ്ടന്റും എല്ലാം തരുന്നതാണ് നമ്മുടെ കുക്കുംബർ. അപ്പോൾ കുക്കുംബർ ഈസ് ദി ബെസ്റ്റ് ഓപ്ഷൻ ഫോർ ദിസ് വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിന് ഒരു ലെസ് ദാൻ 5 മിനിറ്റ് അല്ലെങ്കിൽ 5 to 10 മിനിറ്റ്സിന്റെ ടൈം മാത്രമാണ് നിങ്ങൾക്ക് ഇത് വേണ്ടു. നമ്മളുടെ ഡിന്നർ